ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രാഥമിക പരീക്ഷ 4 ഘട്ടങ്ങളിലായിട്ടാണല്ലോ നടത്തുന്നത്. ഈ 4 ഘട്ടങ്ങളിൽ നടത്തപ്പെടുന്ന പരീക്ഷകളുടെ മാർക്കുകൾ എങ്ങനെ ഏകീകരിക്കണം എന്നത് എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഇടയിലുള്ള ഒരു പൊതുവായ സംശയമാണ്. ഇതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. 10th ലെവൽ പ്രാഥമിക പരീക്ഷയുടെ മാർക്ക് ഏകീകരണം നടത്തുക 7 കാറ്റഗറിയിൽ മാത്രമായിരിക്കും. SSLC നിലവാരത്തിലുള്ള പൊതുപരീക്ഷയിൽ ഒന്നിലധികം പരീക്ഷ നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാർക്ക് സമീകരണം വേണ്ടിവരിക വെറും 7 തസ്തികകളിൽ മാത്രമായിരിക്കും. 49 കാറ്റഗറിക്ക് ഒറ്റ പരീക്ഷ നടത്തിയതിനാൽ ഇതിൽ ഉൾപ്പെടുന്ന തസ്തികകൾക്ക് മാർക്ക് സമീകരണത്തിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ വിവിധ വകുപ്പുകളിൽ LD ക്ലർക്ക്, ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ്, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ്, ആരോഗ്യ വകുപ്പിലെ ഫീൽഡ് വർക്കർ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിലെ പിയൂൺ, അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ സ്റ്റോർ കീപ്പർ എന്നീ തസ്തികകളിലേക്ക് ഒന്നിലധികം ഘട്ടങ്ങളിലായിട്ട് പരീക്ഷ നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചോദ്യങ്ങളുടെ നിലവാരം പരിശോധിച്ച് മാർക്കുകൾ സമീകരിക്കേണ്ടി വരുമെന്ന് PSC അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. 2 ഘട്ടം പിന്നിടുമ്പോൾ 49 കാറ്റഗറികളിലെ പരീക്ഷകൾ പൂർത്തിയായിട്ടുണ്ട്. ആകെ 56 കാറ്റഗറികളിലെ 192 തസ്തികകളിലേക്കാണ് പരീക്ഷ. ഇനി അവശേഷിക്കുന്നത് 7 കാറ്റഗറികളിലേക്കുള്ള പരീക്ഷകൾ മാത്രമാണ്. വിവിധ വകുപ്പുകളിൽ LD ക്ലർക്ക്, ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ്, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ്, ആരോഗ്യ വകുപ്പിൽ ഫീൽഡ് വർക്കർ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിലെ പിയൂൺ, അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സ്റ്റോർ കീപ്പർ എന്നീ തസ്തികകളിലേക്കുള്ള പരീക്ഷയാണ് ഇനി പൂർത്തിയാവാനുള്ളത്. ഇതിൻ്റെ അവസാനഘട്ട പ്രാഥമിക പരീക്ഷ മാർച്ച് 6, 13 തീയതികളിൽ നടത്തപ്പെടുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്